കുഞ്ഞൂസേ. ചായ ഞാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുവാ. ആ ഓക്കെ. ഇന്ന് എന്ത് പറ്റി എന്റെ കെട്ടിയവന് മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു? ഒന്നുമില്ല. അത് ചുമ്മാ എന്തോ ഉണ്ട്. പറ ചായ, എന്താ കാര്യം? ഇന്നലെ നമ്മുടെ കല്യാണം ആയിരുന്നില്ലേ? അതെ, അതിനിപ്പോ എന്താ? അത് പിന്നെ ഇന്നലെ നമ്മുടെ കല്യാണം ആയിരുന്നു. ഇന്നലെ നീ വിക്കിയെ കണ്ടപ്പോൾ തൊട്ട് അവന്റെ ഓർമ്മയിലാണ് ഇന്നലെ നീ എന്നെ മൈൻഡ് ചെയ്തില്ല. അറിയാമോ നിനക്കത്? അതിനാണോ എന്റെ കെട്ടിയവൻ ഇങ്ങനെ മുഖം ഒരുമാതിരി വെച്ചേക്കുന്നത്? നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനിയും എത്രയെത്ര രാത്രി നമ്മുടെ മുമ്പിലുണ്ട്. ശരിയാ നീ പറഞ്ഞേ. നീ വാ, നമുക്ക് കഴിക്കാൻ പോകാം. ഓക്കെ, വാ പോകാം. ഗുഡ് മോർണിംഗ് മഞ്ജുസേ. മോർണിംഗ് റിയ. റിയ, ഇവിടെ ഇനി അങ്ങനെ ജ്യൂസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ഈ ചേച്ചി നിനക്ക് വിളിച്ചൂടെ? ഓ സോറി എന്റെ പൊന്നാരി ചായ. അത് സാരമില്ല ചായ, അവള് വിളിച്ചോട്ടെ. അത് പറ്റത്തില്ല. എന്താണ് ഇവിടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജിമിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മനുവേട്ടാ, മനുവേട്ടാ സുഖാണോ? ആടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നീ സുഖമായിട്ടല്ലേ ഇരിക്കുന്നേ? ആ ഏട്ടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഏട്ടനെ കുറെ നാളായല്ലോ കണ്ടിട്ട്. അപ്പൊ നീ എന്നെ ഇന്നലെ കണ്ടില്ലേ? കണ്ടു, ഒരു ഫ്ലോയിൽ ഞാൻ പറഞ്ഞതാ. ഓ അങ്ങനെ. ആ മോള് റെഡി ആയോ? ആ മമ്മി, ഞാൻ റെഡിയായി. ഫുഡ് കഴിച്ചിട്ട് ഇനി ഇറങ്ങിയാ മതി. ഓ അല്ല, ഈ ചേച്ചി ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണോ? പിന്നെ അല്ലാതെ, കല്യാണത്തിന് വേണ്ടി 2 ആഴ്ച ലീവാ ഞാൻ എടുത്തത്. ഞാൻ അവിടെ ചെന്നില്ലെങ്കിലുണ്ടല്ലോ, എങ്ങനെയാണോ എന്തോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നേ പറ്റൂ. ഓ, നീ അവിടെ ഉണ്ടെങ്കിലേ രോഗികള് കാര്യം നോക്കാൻ പറ്റുമല്ലേ? അതെ, അങ്ങനെ തന്നെയാ. ഓ, 2 പേരും വീണ്ടും തുടങ്ങിയല്ലോ. അങ്ങനെ പറയരുത്. എനിക്ക് മഞ്ജുവിന്റെ അടുത്ത് വഴക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ അവൾക്ക്, അല്ലേ മഞ്ജുസേ? അതെ മനുവേട്ടാ. ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കാതെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് മഞ്ജുസേ. ഓ അത് ശരിയാ. വാ ചേച്ചി, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നടക്ക് ചേച്ചി. എനിക്ക് കൊല്ലല്ലേ പെണ്ണേ.